അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. നമുക്ക് ചരിത്രത്തിലേക്ക് വരാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ താരീഖാണ് പറഞ്ഞു വന്നത്. ബനൂ ഇസ്രായീലിലെ ഒരു പൈസക്കാരൻ, ഒരുപാട് റിവായത്തുകൾ ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. വഇദ് ഖാല മൂസ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹൂ ബഖറ. ഇതെല്ലാം ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം ഇസ്രായേലിയാത്താണ്, ബനൂ ഇസ്രായേലിൽ നിന്ന് കേട്ട് കൈമാറി വന്ന സംഭവങ്ങളാണ്. നമുക്കത് വിശ്വസിക്കുകയും ചെയ്യാം, തള്ളിക്കളയുകയും ചെയ്യാം, രണ്ടും പ്രശ്നമില്ല. നുകദ്ദിബുഹു വനുസദ്ദിഖു, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അതിലൊരു റിവായത്ത് ഇങ്ങനെയാണ്. ഇയാള് വലിയ പൈസക്കാരനാണ്. ഇയാൾക്കൊരു മോളുണ്ട്. ഈ മോളെ കെട്ടാൻ ഇയാളുടെ അനുജന്റെ മകൻ കൊതിച്ചു. സ്നേഹം തോന്നി ആ പെണ്ണിനോട്. ഇവന്റെ മനസ്സിലുള്ള ചിന്ത എന്താ അറിയോ? ഇവളെ കെട്ടിയാൽ പിടിക്കുന്ന പുളിക്കൊമ്പില. അപ്പൊ മരുമോനാവലോടുകൂടി ആ സ്വത്ത് ആർക്ക് കിട്ടും? എനിക്ക് കിട്ടും. അതാണ് ഇവന്റെ മനസ്സിലുള്ള ആഗ്രഹം. ഇവരെയാണെങ്കിലോ ഇയാൾക്ക് തീരെ ഇഷ്ടവുമല്ല. കുറെ കാലം പോയി. ഇവരിങ്ങനെ പോയിട്ട് ചോദിക്കും. ഇയാൾ പറയും നിങ്ങക്ക് തരൂല, നിങ്ങക്ക് തരൂല, നിങ്ങക്ക് തരൂല. ഇവിടെ മനസ്സിൽ ദേഷ്യായി. അള്ളാഹു കാക്കട്ടെ. ഒരാളെ മനസ്സിൽ നമ്മളോട് അസൂയയോ വെറുപ്പോ വന്നാൽ അയാൾ എന്തും ചെയ്യും. ഇത്തിരി വന്നാൽ മതി, ബാക്കി ശൈത്താൻ ഊതിക്കത്തിച്ചു കൊടുക്കും. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും എന്താ ചെയ്തു പോയത്, പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നല്ല രുചികരമായ മുട്ടയും തിന്നുകൊണ്ട് എന്നെ നോക്കി നിങ്ങൾ ഇരിക്കാൻ, നിങ്ങൾ എന്തൊരു മനുഷ്യന്മാരാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇവൻ തീരുമാനിച്ചു, വേറെ വഴിയൊന്നുമില്ലെങ്കിൽ ഇയാളെ കൊല്ലണം. ഇയാളെ കൊന്നാൽ മോളെ ഞാൻ കെട്ടുകയും ചെയ്യും, ഇയാളെ സ്വത്തും എനിക്കായി. കൊലപാതകം വേറെ ആരെങ്കിലും തലക്ക് വെച്ചാൽ നമുക്ക് എന്ത് വാങ്ങാം? നഷ്ടപരിഹാരം വാങ്ങാം, പൈസയും എനിക്കായി. ഭയങ്കര ചിന്തയാണ്. പക്ഷെ ഇതിനെ ഒറ്റക്ക് കിട്ടണ്ടേ? അതിനെന്താ വഴി? ഒരിക്കൽ കാണാൻ വേണ്ടി പോയി അളയപ്പാനെ. അല്ലെങ്കിൽ മുത്താപ്പ, എനിക്ക് കുറച്ച് കച്ചവടം ചെയ്യണം, കുറച്ച് പൈസ നിങ്ങൾ തരുമോ? കണ്ടിട്ടെങ്കിലും ക്ലാസ് എടുക്കാമല്ലോ. മറ്റേ കോച്ചന്റെ കഥ പറഞ്ഞ പോലെ, ഓള് ചോറുണ്ടാക്കി കൊടുത്തിട്ട് മീൻ പൂച്ചൊന്നു പോയി. പോള് പറഞ്ഞല്ലോ അപ്പുറത്തുനിന്ന് മീൻ പൊരിക്കുന്നുണ്ട്, ആ മണം പിടിച്ച് ചോറയിച്ചോ. ഇവൻ വീട്ടിൽ പറഞ്ഞ പൈസ തരണം. ഇയാളോട് എനിക്ക് പൈസ തരാൻ പറ്റൂല, കാരണം ഇയാൾ ഇഷ്ടമല്ല. ഒരു ദിവസം ഇവന് ഐഡിയ കിട്ടി. അള്ളാഹു കാക്കട്ടെ. ഈ ഷെറുകൾക്ക് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒരു തിന്മ ചെയ്യാൻ മനസ്സിന് കൊതി വന്നു, ഒരു ഷെർ ആഗ്രഹിച്ചു. അതിനുവേണ്ടി പ്ലാനുകൾ തയ്യാറാക്കാൻ നമ്മളെ കൽബിൽ ഇങ്ങനെ ചങ്ങലകൾ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളിപ്പോൾ കിടക്കുന്നത് ഇബ്ലീസിന്റെ കൈമലാണ്. ഒരുത്തൻ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, എന്നിട്ട് ആ തെറ്റ് നേടിയെടുക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുക, തർത്തീബുകൾ ഉണ്ടാക്കുക. ഇങ്ങനാക്കണം, അങ്ങനാക്കണം, അതാക്കണം, ഇതാക്കണം. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റും. തീർച്ച അവനെ വിരിഞ്ഞ് മുറുക്കിയിട്ടുണ്ട് ഇബ്ലീസ്. ചെയ്യിപ്പിക്കാണ്ട് ഇബ്ലീസ് പിന്നെ വിടൂല. ഇവൻ പ്ലാൻ തയ്യാറാക്കി. ഇബ്ലീസ് തോന്നിപ്പിച്ചെന്താ അറിയോ? ഒരു കാര്യം ചെയ്യാം, എനിക്ക് പൈസ തരൂലെന്നല്ലേ പറയുന്നത്. ഇയാളെയും കൂട്ടിയിട്ട് ഒരു കച്ചവടക്കാർ അവിടെ വന്നിട്ടുണ്ട്. എന്റെയും എന്തായാലും പൈസ ഇല്ലല്ലോ. നിങ്ങളെ കണ്ട കച്ചവടക്കാര് നിങ്ങളെ വിശ്വസിക്കും. നിങ്ങൾ നാട്ടിൽ അറിയപ്പെട്ട പൈസക്കാരനല്ലേ. നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങൾ തന്നെ കച്ചവടം ചെയ്തോ, ലാഭം നിങ്ങൾ ഉണ്ടാക്കിക്കോ, ഞാൻ ഒരു കാരണം എന്ന് മാത്രമേ ഉള്ളൂ. ഇയാൾ പറഞ്ഞു അതൊക്കെ പൈസ കിട്ടുന്ന ഏർപ്പാടല്ലേ, ശരി വാ നമുക്ക് പോവാ. ഇവരാളെയും കൂട്ടിയിട്ട് പോയി. ആരുമില്ലാത്തൊരു സ്ഥലത്ത് എത്തിയപ്പം ഇവന്റെ മട്ട് മാറി. ഇവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് മോളെ ചോദിച്ചു, തന്നില്ല. നിങ്ങളോട് ഞാൻ കച്ചവടം ചെയ്യാൻ വേണ്ടി പൈസ ചോദിച്ചു, അപ്പോഴും നിങ്ങൾക്ക് തരാൻ വയ്യ. ഇപ്പം കച്ചവടക്കാരുണ്ട്, ബിസിനസ് ചെയ്താൽ ലാഭം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞപ്പം നിങ്ങൾ എന്നെ വിശ്വസിച്ചു. നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ കൊല്ലാൻ കൊണ്ടുവന്നതാ. കൊന്നു. എന്താ ശ്രദ്ധിക്കേണ്ടെന്നറിയോ? പല കൊലപാതകങ്ങളും നടക്കുന്നത് ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്ക് പിറകിലാണ്. പൈസ, അധികാരം, പെണ്ണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബ വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആം
വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ. പെണ്ണ്, പൈസ, ഭൂമി, സ്ഥലം, കൃഷി, കച്ചവടം, ഇതിനൊക്കെ വേണ്ടിയാണ് കൊലപാതകങ്ങൾ അങ്ങൊന്നും നടന്നത്, ഇന്ന് നടക്കുന്നതും ഇനി നടക്കാനിരിക്കുന്നതും. വളരെ വിശ്വസ്തരായ ആളുകളുമായി മാത്രമേ കൂട്ടുകൂടാൻ പാടുള്ളൂ, കച്ചവടത്തിൽ കൂട്ടാൻ പാടുള്ളൂ, കച്ചവടത്തിൽ അങ്ങോട്ട് ചേരാൻ പാടുള്ളൂ. വിശ്വാസ വഞ്ചന ദീനുൽ ഇസ്ലാം ഇത്ര വെറുക്കുന്ന മറ്റൊരു സംഗതിയില്ല. അവൻ ചതിച്ചു കൊന്നു. ഇവരെന്താ ചെയ്തെന്നറിയോ? വേറെ ഒരു ഗോത്രക്കാര് താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഈ മയ്യത്തിട്ട് തിരിച്ചു വന്നു രാത്രി. പിറ്റേന്ന് രാവിലെ ഇവൻ തന്നെ, വാ അമ്മ, എന്റെ മൂത്താപ്പാനെ കാണുന്നില്ല, ഞാൻ പലതും പരതി, എവിടെയാന്നറിയില്ല, ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന കണ്ട് രാത്രി. ഇത് കേട്ടപ്പോൾ ആൾക്കാരൊക്കെ ആ വഴിക്ക് പോയി നോക്കുമ്പം അടുത്ത ഗോത്രത്തിന്റെ വാതിൽക്കല് ഇയാളെ മയ്യത്തുണ്ട്. ഇവൻ പറഞ്ഞു ഇവർ തന്നെയാ കൊന്നത്, ആരോപണം പറഞ്ഞു. ഏകദേശം യുദ്ധത്തിന്റെ വക്കത്തെത്തി രണ്ട് ഗോത്രക്കാരും. അവസാനം തീരുമാനമായി മോചനദ്രവ്യം കൊടുക്കാം, അതായത് കൊന്നതിന് പകരം പൈസ കൊടുക്കാൻ. ഈ ചങ്ങായി ആഗ്രഹിച്ച പോലെ പെണ്ണിനെയും കിട്ടി, ഇയാളെ സ്വത്തുപോന് കിട്ടി. അതേപോലെ എന്തായി, മോചനദ്രവ്യമായിട്ട് പറഞ്ഞത് അതും കൈമലായി. പക്ഷെ ഈ കൊന്നു എന്ന് പറയുന്ന ആൾക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമായി. നമ്മളെങ്ങനെ കൊടുക്കും? ആര് കൊന്നു എന്താ ഉറപ്പ്? നമ്മളങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി വക്കാണമായി. അന്നേരം ഒരാൾ പറഞ്ഞു, നമ്മളിങ്ങനെ തർക്കിക്കുന്നതിൽ എന്താ കാര്യം? വഫീന റസൂലുള്ളാഹ്, നമ്മളെ കൂടെ ഒരു റസൂലുണ്ടല്ലോ, നമുക്ക് പോയിട്ട് ചോദിക്കാമല്ലോ. മൂസ അലൈഹിസ്സലാം. അങ്ങനെയാണ് അവര് മൂസാ നബിന്റെ അടുത്ത് എത്തുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്തു. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ആരും കൊലപാതകം ഏൽക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. എന്തു ചെയ്യും? അതുകൊണ്ട് റബ്ബിനോടൊന്ന് ദുആ ചെയ്തിട്ട് ഒരു പ്രതിവിധി എന്താന്ന് വെച്ചാൽ പറഞ്ഞു തരണം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ. മൂസ, നിങ്ങൾ ആൾക്കാരെ വിളിച്ചുകൂട്ട്, എന്നിട്ട് പറയണം അല്ലാഹു നിങ്ങളോട് ഒരു പശുവിനെ അറക്കാൻ കൽപ്പിക്കുന്നു. ഇത്ര പറഞ്ഞാൽ മതി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആൾക്കാരെല്ലാം വിളിച്ചുകൂട്ടി. എല്ലാരും വന്നു. പ്രശ്നം ഇതാണെന്ന് പറഞ്ഞു. അതിനൊരു പരിഹാരം കാണാൻ പോവാണ്. അള്ളാന്റെ കൽപ്പന ഇങ്ങനെയാണ്, നിങ്ങളൊരു പശുവിനെ അറുക്കണം. ഖാലു, ഇത് കേട്ടപ്പോ തന്നെ പറഞ്ഞു, അതത്തഖിദുനാ ഹുസുവ. മൂസ, നീ എന്താ നമ്മളെ കളിയാക്കുക? നമുക്ക് അറിയേണ്ടത് കൊലപാതകി ആര് എന്നാണ്. ഈ കൊലപാതകവും പശു അറക്കലും തമ്മിൽ എന്താണ് ബന്ധം? ഇവിടെ ബനൂ ഇസ്രായേൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്തെന്നറിയോ? രണ്ട് പ്രധാനപ്പെട്ട തെറ്റുകളൊക്കെ സംഭവിച്ചു. ഒന്ന്, അവരോട് അള്ളാഹു നിങ്ങളോട് പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ റസൂലാണ്. കേട്ടേ പറ്റൂ, വിശ്വസിച്ചേ പറ്റൂ, പറഞ്ഞ പോലെ ചെയ്തേ പറ്റൂ. പക്ഷെ അവര് എതിര് കാണിച്ചു, പ്രവാചകന് എതിര് കാണിച്ചു. രണ്ടാമത്തെ കാര്യം, ഇത്രയും അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത ആ റബ്ബിന്റെ വാക്കാണിത്. ഇത്രയും കണ്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് ആ കുദറത്തുള്ള റബ്ബ്, അതിന്റെ ബാക്കിലും എന്തെങ്കിലും ഹിക്മത്ത് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി സമിഅ്നാ വഅതഅനാ പറയേണ്ടവർ നേരെ തിരിച്ചു പറഞ്ഞു. അതത്തഖിദുനാ ഹുസുവ, നീ എന്താ നമ്മളെ കളിയാക്കുകയാണോ? ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. മൂസ പറഞ്ഞു, ഞാൻ അല്ലാഹുവോട് കാവൽ തേടുന്നു, ഞാൻ ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട്. ഏതാണ് ജഹല്? കൂടെയുള്ള റസൂലിന്റെ കൽപ്പനയാന്ന് മനസ്സിലാക്കി അവർ അംഗീകരിക്കണമായിരുന്നു. പക്ഷെ അവരത് കേട്ടില്ല. സാധാരണക്കാരൻ പറയും പോലെ കേട്ടു. അള്ളാന്റെ കൽപ്പനയാണെന്നും പറഞ്ഞിട്ടാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്. ഇന്നല്ലാഹ യഅ്മുറുക്കും, അല്ലാഹ് നിങ്ങളോട് പറയാൻ, ഞാൻ പറയുന്നതല്ല, അല്ലാഹ് പറഞ്ഞതെങ്കിലും അനുസരിക്കണമായിരുന്നു, ചെയ്തില്ല. ജഹൽ എന്ന് പറഞ്ഞ എന്താ അറിയോ? അള്ളാഹു അവന്റെ റസൂലും ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു തന്നിട്ടും അത് ഏറ്റെടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ടെങ്കിൽ അവൻ ജാഹിലിയത്തിലാണ്, അവൻ തൗബ ചെയ്ത് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എത്രയും പെട്ടെന്ന് അറുത്തോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കൽപ്പന അവര് കേട്ട് കണ്ണിന്റെ മുമ്പിൽ കണ്ട ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ചറുത്തിരുന്നുവെങ്കിൽ കാര്യം നടന്നേനെ. പക്ഷെ അവരെന്ത് ചെയ്തു? ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി. മൂസ, പശു എന്ന് പറഞ്ഞാൽ ഏതെല്ലാം തരം പശു ഉണ്ട്? മടക്കേരി പശു,
കേരള പശു, പിന്നെ ജെർസി, പിന്നെ വേറൊന്നുണ്ടല്ലോ കറുപ്പും വെള്ളയും, സിന്ധുവ, അങ്ങനെ പലതരം പശു ഉണ്ടല്ലോ. മൂസ മാഹി, ഏതിനെ നമ്മൾ അറക്കേണ്ടത്? ഓഹോ, അപ്പൊ അള്ളാഹ് പറഞ്ഞ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഇല്ല, നിങ്ങൾക്ക് ഇനിയും കുറച്ച് പിന്നെ സിഫത്തുകൾ വേണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫശുദ്ദിദു, അങ്ങോട്ട് അവർ പിന്നെ കടുപ്പം കൂട്ടി, തിരിച്ച് അള്ളാഹു ഇങ്ങോട്ടും കടുപ്പം കൂട്ടി കൊടുത്തു. വഹി വന്നു, മൂസ നീ പറഞ്ഞേക്കിൻ ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദുൻ വലാ ബിക്റുൻ അവാനും ബൈന ദാലിക്. ലാ ഫാരിദ്, തൊണ്ടിപ്പശു ആവരുത്. തൊണ്ടി മീൻസ് പ്രസവം കഴിഞ്ഞു നിൽക്കുന്ന സാധനം. വലാ ബിക്ർ, ഒരാൺ പശു, കാളയുമായി ബന്ധപ്പെടാത്ത പശുവുമാവാൻ പാടില്ല. അവാനും ബൈന ദാലിക്, അതിന്റെ ഇടയിലുള്ള പശുവായിരിക്കണം. ഒരു മധ്യമ പ്രായത്തിലുള്ള നല്ലൊരു യുവതി പശു ആയിരിക്കണം അറുക്കേണ്ടത്. മൂസ പറഞ്ഞു അലൈഹിസ്സലാം ഫഫഅലൂ മാ തുഅ്മറൂൻ, വേഗം പോയിട്ട് അറുത്തു. അതൊരു പ്രവാചകന് ആ ഉമ്മത്തിനോടുള്ള റഹ്മത്താണ്. എല്ലാ പ്രവാചകരും അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേറ്റവും ടോപ്പാണ് റഹ്മത്തിന്റെ കാര്യം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അത്ര ഈ ഉമ്മത്തിൽ ഈ ലോകത്ത് വന്ന ഓരോ നബിമാർക്കും അല്ലാഹു മുസ്തജാബായ, സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് ചെയ്തു. ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി ആഖിറത്തിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ശഫാഅത്ത്. അത്ര റഹീമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അള്ളാഹു പറഞ്ഞപ്പം റസൂലുള്ളാഹിന്റെ സിഫത്ത് പറഞ്ഞു, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് കൃപയും കരുണയും കാണിക്കുന്ന പ്രവാചകൻ. താരീഖ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ താരീഖ് തീരൂല ആ റഹ്മത്തിന്റെ കാര്യത്തിൽ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖൗമിനോടാ പറയുന്നത്, കൂടുതൽ ചോദിക്കാൻ നിൽക്കല്ല, നോക്കി ഈ പശുവിനെ കണ്ടെത്തിയിട്ട് അറുക്ക്. അപ്പൊ അവര് വലിയ മാന്യന്മാരായി, അങ്ങനെ അവര് വലിയ ബുദ്ധിജീവികളായി. അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല മൂസ, നമുക്ക് അറുത്താൽ തന്നെ ഒരു റാഹത്ത് കിട്ടണ്ടേ, നമുക്ക് ചെയ്താൽ ഒരു എന്തിനു പറയാം ഇംഗ്ലീഷില്, അതൊന്നും ഒരു മനസ്സ് റാഹത്താവുന്ന തരത്തിലാ നമ്മൾ ചെയ്തു എന്നൊന്ന് തോന്നണ്ടേ. ഉദ്ഉ ലനാ റബ്ബക്, ഈ ഒന്നും കൂടി ദുആ ചെയ്തു അല്ലാഹുവിനോട്. മാ ലൗനുഹ, ഏത് നിറത്തിലുള്ള പശു വേണം? കാപ്പിയോ കറുപ്പോ, വെള്ളയും കറുപ്പോ? അള്ളാഹ്ക്ക് ദേഷ്യം പിടിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്താണോ കൽപ്പിച്ചത് ഖുദൂ, അത് സ്വീകരിച്ചോളാം. ഞാൻ എന്താണോ നിരോധിച്ചത് ഒഴിവാക്കിക്കോളാം, അതിന്റെ അപ്പുറത്തേക്ക് പോവരുത്. ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചത് അവർ അവരുടെ അമ്പിയാക്കളോടുള്ള അഭിപ്രായ വ്യത്യാസവും വകസറതു സുആലിഹിം, അമിതമായ ചോദ്യങ്ങളും ആണ്. അനാവശ്യമായി ചോദ്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ചോദിക്കാൻ നിൽക്കരുത്. ചോദിച്ചു മാ ലൗനുഹ, എന്താ അതിന്റെ നിറം? അള്ളാഹു കുറച്ചും കൂടി കടുപ്പം കൂട്ടി. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫ്റാഉ, മഞ്ഞ നിറം, ഗോൾഡൻ കളർ. വെറും മഞ്ഞല്ല, ഫാഖിഉൽ ലൗനുഹ, അതിന്റെ നിറം തിളങ്ങണം. തസുറുൻ നാദിരീൻ, നോക്കുന്നവരുടെ കണ്ണുകൾക്ക് അതൊരു സന്തോഷം നൽകണം. അത്ര നല്ല ഒളിയുന്ന മിന്നുന്ന മഞ്ഞ നിറത്തിലുള്ള പശുവായിരിക്കണം. കുടുങ്ങി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ഫഫഅലൂ മാ തുഅ്മറൂൻ, വേർക്കാൻ നോക്ക്, നിനക്കിനി കിട്ടൂല. അപ്പൊ ഇവര് പറയാണ്, ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി ഇന്നൽ ബഖറ തശാബഹ അലൈനാ. മൂസ ഒന്ന് ഉറപ്പിച്ചു പറയാൻ പറ, നമ്മൾ ആകെ ഇപ്പൊ ആശയക്കുഴപ്പത്തിലായി. ചെറുത് വേണോ വലുത് വേണോ, ഇനി നിറം അങ്ങനെ ആവാൻ പറ്റുമോ, നിറം ഇങ്ങനെ ആവാൻ പറ്റുമോ, ഒരു ക്ലിയർ ഇല്ല, ഒന്ന് പറയും. എന്താർത്ഥം? അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കണ്ടെത്തും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനൂ ഇസ്രായീൽ ആ വാക്ക് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അവര് കണ്ടെത്തുമായിരുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 40 കൊല്ലമാണ് ഈ പശുവിന് വേണ്ടിയിട്ട് അവർ കറങ്ങിയത്. ദുനിയാവില് 40 കൊല്ലം അന്വേഷിച്ച് കറങ്ങിയിട്ടാണ് ഇതിനെ കിട്ടിയത്. അതും ഈ വാക്ക് അവർ പറഞ്ഞതിനെ കൊണ്ടാണ്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അയ്യശാ അല്ലാഹ്. പറയണം, നമ്മൾ പഠിക്കേണ്ട ഒരു മസലയാണ്. അത് എപ്പോഴാ പറയേണ്ടത്? ഒരു കാര്യം ചെയ്യാനായി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ, അപ്പൊ പ്രശ്നമില്ല.
അല്ലാമ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയോട് മസ്അല, ഉലമാക്കളുടെ സൂക്ഷ്മത നോക്കണം. ഇവരെയൊക്കെയാണ് ഈ ചങ്ങായിമാര് കുറ്റപ്പെടുത്തുന്നത്. ഒരാൾ ചോദിക്കാണ്, ശൈഖേ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ. അപ്പൊ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, വല്ലാഹി ഞാൻ തന്നെ പൈസ കൊടുക്കും, നീ കൊടുക്കരുത്. എന്ത് പറഞ്ഞു? വല്ലാഹ്, ഹൽഫ്, സത്യം ചെയ്തു. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു ഇത് പോയി. ഇങ്ങനെയുണ്ടല്ലോ, തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു ആവേശം ഞാനത് മറന്നുപോയി. എന്റെ ചങ്ങായി പൈസ കൊടുത്തു, നമ്മൾ പുരക്കെത്തിയപ്പോ ഞാൻ ചെയ്തു, അല്ലോ ഞാൻ വല്ലാഹി പറഞ്ഞിട്ടാണല്ലോ പൈസ കൊടുക്കൂ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. ഷേഖിനെ വിളിച്ചു, ഷേഖെ ഇങ്ങനെ പറഞ്ഞു പോയി, ഞാൻ സത്യം ചെയ്തിട്ടില്ല, ഞാൻ എന്തെങ്കിലും കഫാറ ചെയ്യേണ്ടതുണ്ടോ? ഷേഖ് പറഞ്ഞു, കഫാറ ചെയ്യണം. കാരണം സത്യം ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടില്ല, പാലിച്ചിട്ടില്ല. 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. ഷെയ്ഖ് പറഞ്ഞു, നീ ആ വല്ലാഹി പറയുന്നതിനോടൊപ്പം ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് കഫാറ വേണ്ടായിരുന്നു. ഇൻഷാ അല്ലാ, അല്ലാഹ് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ കൊടുക്കും. കാരണം നീ അല്ലാഹനെ ഏൽപ്പിച്ചു. ഇത് നീ ആരെ ഏൽപ്പിച്ചു? നിന്നെ ഏൽപ്പിച്ചു. അത് ഗുരുത്തക്കേടാണ്. ഇല്ലാ അയ്യഷാ അല്ലാഹ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗം അത് പറഞ്ഞു, വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. അപ്പം അടുത്ത വഹി വന്നു, ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ. മെലിഞ്ഞ പശുവാകാൻ പാടില്ല, നല്ല കൊഴുപ്പുണ്ടാവണം. തുസീറുൽ അർദ, എങ്ങനെയാ മെലിയ? ഭൂമി ഒഴുകാൻ വേണ്ടിയിട്ട് പണ്ട് കൃഷിയിൽ ആക്കുമല്ലോ, അതാക്കിയിട്ട് മെലിഞ്ഞ സാധനമാവാൻ പാടില്ല. വലാ തസ്കിൽ ഹർസ്, അതേപോലെ കൃഷിയിടങ്ങളിൽ പണിയെടുപ്പിച്ച സാധനം വാങ്ങിക്കൂടാ, വെള്ളം ഒഴിക്കാനും പറ്റും. മുസല്ലമത്തുൻ, ഒരു ന്യൂനതയും ഉണ്ടാവാൻ പാടില്ല. കൊമ്പിന് കൊമ്പ്, ചെവിക്ക് ചെവി, കുളമ്പിന് കുളമ്പ്, തോലിന് തോടി, എല്ലാം കൃത്യമായിരിക്കണം. ലാ ഷിയത ഫീഹ, ഈ നിറമല്ലാത്ത വേറൊരു നിറവും അതിന് പറ്റൂല. എന്ത് ചെയ്യും? കുടുങ്ങി. ഇവരങ്ങോട്ട് ശക്തി കൂട്ടി, അള്ളാഹ് ഇങ്ങോട്ട് അതിന്റെ അപ്പുറത്തെ ശക്തി കൂട്ടി. അള്ളാഹിനോട് എന്ത് ചെയ്യരുത്? വിലപേശാൻ നിൽക്കരുത്. ചെയ്യാൻ പറഞ്ഞ കൃത്യമായിട്ട് ചെയ്തോളണം. അത് ചെയ്യുമ്പോ എന്താവും, ചിലപ്പം ചെയ്തിട്ട് ഇന്നത് തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതിനേക്കാളും വലുത് അള്ളാഹു തരും. അങ്ങോട്ട് വാശി പിടിക്കാൻ നിൽക്കരുത്. അതിന് മാത്രം നമ്മളായിട്ടില്ല എന്നർത്ഥം. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇനി ഇതിനെ കണ്ടെത്തിയേ പറ്റുള്ളൂ. കറങ്ങി 40 കൊല്ലം അള്ളാഹു ഭൂമിയിൽ കറക്കി. യാത്രാമധ്യേ അവരൊരു ഗ്രാമത്തിലെത്തി. ഒരു റിവായത്തിൽ ഇങ്ങനെയാ ഉള്ളത്, പല റിവായത്തുണ്ട്. അതിലൊന്ന്, അവിടെ ഒരു ബാപ്പാവും മോനും താമസിക്കുന്നുണ്ട്. ബാപ്പ നല്ല വയസ്സനാണ്, മോൻ നല്ല ചെറുപ്പക്കാരൻ. ആ ബാപ്പാക്ക് ഈ പശു ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ സിഫത്തുകളും അടങ്ങിയ ആ പശു ഇവരെ വീട്ടിലുണ്ട്. അത് ഈ ബാപ്പ മോന് വറാസത്തായിട്ട് കൊടുക്കുന്ന പശുവാണ്. ബാപ്പ വീട്ടിൽ ഉറങ്ങുകയാണ്. അപ്പോഴാണ് ബനൂ ഇസ്രായേലിനെ കണ്ടിട്ട് ആ വീട്ടിലേക്ക് വന്നത്. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇത്ര പൈസ തരാം, നീ പശുവിനെ വെക്കുന്നോ? എന്റെ പശുവല്ല, എന്റെ ഉപ്പാന്റെതാണ്. ഉപ്പ എണീക്കട്ടെ, ഞാൻ ചോദിച്ചിട്ട് പറയാം. ഇവര് പറഞ്ഞു, ഉപ്പാനെ വിളിക്ക്. ഇല്ല, ഉറങ്ങുന്ന ഉപ്പാനെ വിളിക്കാൻ പാടില്ല, അത് ഉപ്പാക്ക് എന്താവും? ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എണീക്കട്ടെ, നിങ്ങൾ കാത്തിക്ക്. അപ്പൊ അവര് പറഞ്ഞു, പെട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ ഇത്ര കൂട്ടിത്തരാം. മോൻ പറഞ്ഞു, ഇല്ല. എന്നാ ഇത്ര കൂട്ടിത്തരാം. 10 മടങ്ങ് അവർ പറഞ്ഞ പൈസയെന്ന് അവര് കൂട്ടി. പക്ഷെ മോൻ പറഞ്ഞു, ഇല്ല, വിളിക്കാൻ കഴിയില്ല. ഉലമാക്കൾ പറഞ്ഞു, അതാണ് ഉപ്പാനോടുള്ള ഹക്ക്. ഇന്നത്തെ മക്കൾ എങ്ങനെയാണെന്നറിയോ? ഇന്നത്തെ മക്കൾ എങ്ങനെയാണെന്നറിയോ? സലഫീന്ന് ഞാൻ പറയില്ല, മുജാഹിദുകൾ. മുജാഹിദ് എന്ന് ഇവിടെ പറയുന്നുണ്ടാ? ഇല്ല അല്ലെ? മുജാഹിദ് എന്ന് പറയപ്പെടുന്ന ടീമിൽ അങ്ങനത്തെ മക്കളുണ്ട്. രാത്രി ഉപ്പ വന്നതിന് ശേഷമേ പുരക്കേക്ക് വരൂ, ഉപ്പനെ കാണൂല. രാവിലെ ഉപ്പ ഇറങ്ങുന്നതിന് മുമ്പ് ഇവൻ എണിച്ചിട്ട് പോവുകയും ചെയ്യും. കാരണം എന്താ അറിയോ? എനിക്ക് പറ്റിയ ഉപ്പല്ലപ്പാ. വല്ലാഹി സുമ്മ വല്ലാഹി, ഇവന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി താറുമാറാകുന്നത് നാട്ടുകാർക്ക് മാതൃകയാവും. നോക്കോ, നിങ്ങൾ നോക്കോ. എന്താ പറഞ്ഞത്? ഇത് എനിക്ക് പറ്റിയ, എന്റെ വൈബിന് പറ്റിയ ഉപ്പയെല്ലാം കാളൻ. ഇവനെ പോറ്റി വളർത്തി പഠിപ്പിച്ച് തടിയും മിടുക്കാവുന്നവരെ തിന്നാനും ഉടുക്കാനും കൊടുത്ത് കയ്യും പിടിച്ച് ദുനിയാവ് കാണിച്ച് പഠിപ്പിച്ചു കൊടുത്ത ഉപ്പ ഇപ്പൊ അവന്റെ വൈബിന് പറ്റൂല. അവന്റെ വൈബ്, നമുക്ക് സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ക്യാമ്പസിൽ നിന്ന് കാണുന്ന കുറെ ഉപ്പമാരും ഉണ്ടാവും. ഡാഡി ബ്രോ, അതാ ഇവന് വേണ്ടത്.
ദീൻ പറയുന്നു ഉപ്പായ ശരിയാവില്ല. അള്ളാഹു നന്നാക്കട്ടെ, നമ്മളെ മക്കളെ അള്ളാഹു കാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മത്തിലെ മക്കളെ കാക്കട്ടെ. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ഉപ്പാനെയും ഉമ്മാനെയും പരിഗണിക്കാണ്ട് ദുനിയാവിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് സ്വപ്നം കാണണ്ട. കാരണം ആഖിറത്തിൽ എന്തായാലും അദാബുണ്ട്. ആഖിറത്തിന് അദാബ് മാറ്റി ദുനിയാവിൽ അതിനു മുമ്പേ അദാബ് കൊടുക്കുമെന്ന് പറയപ്പെട്ട തിന്മകളിൽ ഒന്ന് ഉപ്പാനോടും ഉമ്മാനോടും ഇങ്ങനെ നിൽക്കുന്ന തിന്മയാണ്. ആഖിറത്തിലേക്ക് ബാക്കി വെക്കില്ല. കാരണം എന്താ അറിയോ, ബാക്കിയുള്ള മക്കൾക്ക് ഒരു പാഠമാവണം. ഇങ്ങനത്തെ മക്കള് നരകയാതനയായിരിക്കും. എഴുതി വെച്ചോ, നിങ്ങൾ നരകയാതനയായിരിക്കും. അങ്ങനെയുള്ള മക്കളെ നിങ്ങൾ കാത്തിരിക്കണ്ട, ഉപദേശിച്ചോളിൻ. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ നോയിക്കോ, അനുഭവിക്കാണ്ട് ദുനിയാവൊന്നും തിരിച്ചു പോകില്ല. വല്ലാഹ്, ഉപ്പയാലും ഉമ്മയാലും. കാരണം പരിശുദ്ധ ഖുർആനിൽ ആ വാക്കുകൾ അള്ളാഹു ഉപയോഗിച്ച് ഉപ്പാനും ഉമ്മാനും പറഞ്ഞുതരാൻ. നിങ്ങൾ ആരോയിക്കോട്ടെ, രാജാവായി എന്ന് വെച്ചോ, രാജാവായി എന്ന് വെച്ചോ. നിങ്ങൾ എവിടെ, നിങ്ങളെ ഉപ്പയും ഉമ്മയും നിങ്ങളെ ചിറകിന്റെ മുകളിൽ നിൽക്കണം. അതിനേക്കാളും മുകളിൽ പോവാൻ നിങ്ങൾ നോക്കണ്ട. അവരെന്നാ മുകളിൽ. ഇപ്പം പറയാ, എനിക്ക് പറ്റിയ ഉപ്പയല്ല. അങ്ങനെ അവൻ പറയാ, ദുനിയാവിൽ എനിക്ക് വെറുപ്പുണ്ടെങ്കിൽ അതെന്റെ ഉപ്പാനോടാണ്. എന്തായിരിക്കും എന്റെ അവസ്ഥ? പേടിയാണ്. സുബ്ഹാനല്ലാഹ്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ചതാണിത്. ആ മോൻ പറഞ്ഞു, എന്റെ ഉപ്പാനെ ഞാൻ വിളിക്കൂല. ഉപ്പാനെ വിളിച്ചാൽ ഉപ്പാനോടുള്ള അനാദരവാവും. ഉപ്പ സുഖമായിട്ട് ഉറങ്ങാണ്, എണീക്കുന്നവരെ കാത്തിക്ക്. 10 മടങ്ങ് പൈസയാ കൊടുക്കാന്ന് പറഞ്ഞത് പറ്റൂല. പൈസ അല്ല വലുത്, പിന്നെ ഉപ്പയും ഉമ്മയാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആലയുടെ സംഭവം ഇങ്ങനെ കാണാം. ഷർഫാന്റെ ഉമ്മ വെള്ളം ചോദിച്ചു മോനോട്. മോൻ പോയിട്ട് വെള്ളം കോരി വരുമ്പോഴേക്കും ഉറങ്ങിപ്പോയി. ഉമ്മയുടെ തലഭാഗത്ത് ആ വെള്ളത്തിന്റെ പാത്രമായിട്ട് നിന്നു ഫജ്ർ വരെ, ഉമ്മ എണീക്കുന്നവരെ. ഉമ്മ കണ്ണ് തുറന്നപ്പോ കാണുന്നത് മോന്റെ മുഖാണ് വെള്ളം പിടിച്ചിട്ട്. അന്നേരം ചെയ്ത ദുആഇന്റെ ഫലമായിരുന്നു ഇപ്പോഴത്തെ ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാഹു തആല. അപ്പൊ ഉമ്മ ചിലപ്പം ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോ നാറും, ഒരു വിവരം ഉണ്ടാവൂല, ആൾക്കാരെ മുമ്പിൽ വർത്താനം പറയാൻ അറിയൂല, അങ്ങനത്തെ സൈസായിരിക്കും. പഴയ മനുഷ്യന്മാരല്ലേ. പക്ഷെ ആ ഉപ്പയും ഉമ്മയും, ഉമ്മ സ്വർഗാണ്, ഉപ്പ സ്വർഗത്തിന്റെ വാതിലാണ്. പറഞ്ഞു, വേണമെങ്കിൽ നീ ആ വാതിൽ ശരിയാക്കി ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. പറയുള്ളൂ. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. കാഫിറാണെങ്കിൽ വരെ, ഉമ്മയും കാഫിറാണ്, മുശ്രിക്കാണ്, തോന്നിവാസികളാണ്. സാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. ദുനിയാവിൽ നിന്റെ ഉപ്പയാണ്, നിന്റെ ഉമ്മയാണ്, നിനക്ക് നോക്കിക്കൊള്ളണം. എങ്കിൽ മുവഹിദുകളായ മുഅ്മിനുകളായ ദീനുള്ള ഉപ്പാനോടും ഉമ്മാനോടും എത്രയായിരിക്കും നോക്കേണ്ടി വരിക? കാഫിറിനോട് ഇങ്ങനെയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. മോനെ ഉപ്പാനെ വിളിച്ചില്ല. ഇവര് പറഞ്ഞു, വാ നമുക്ക് പ്രവാചകന്റെ അടുത്തേക്ക് പോവാം. മൂസനബിന്റെ അടുത്തെത്തി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. അവര് പറഞ്ഞു, ഇതാ നിങ്ങൾ ആ പറഞ്ഞ സിഫത്തുള്ള പശു ഇവന്റെ അടുത്തുണ്ട്, ഇവൻ തരുന്നില്ല. മൂസ അലൈഹിസ്സലാം ചോദിച്ചു, അവർക്ക് കൊടുക്കിൻ, അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കട്ടെ, എന്താ കൊടുക്കാത്ത എന്താണ്? അതെന്റെ ഉപ്പണീക്കട്ടെ, ഉപ്പാന്റെ അല്ല, ഉപ്പ എണീച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് ചോദിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞല്ലേ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കൊടുക്കിൻ, പ്രവാചകന്റെ കൽപ്പനയാണ്, അനുസരിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ മോൻ പറഞ്ഞു, എന്നാൽ എനിക്ക് ഇവര് പറഞ്ഞ വില പോരാ, അതിന്റെ 10 ഇരട്ടി വില എനിക്ക് വേണം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കൊടുത്തോളീൻ, കിട്ടിയ വാങ്ങിക്കോ, അല്ലെങ്കിൽ ഇനിയും കഷ്ടപ്പെടും. ആ പശുവിന്റെ തൂക്കത്തിന് 10 പ്രാവശ്യം തൂക്കി അത്രയും തൂക്കത്തിനുള്ള സ്വർണം വിലയായി ബനു ഇസ്രായേല് ഈ മോന് കൊടുത്തു. മക്കൾ പറഞ്ഞു, അതാ മോന് കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഉപ്പാനെ ബഹുമാനിച്ചതിന്റെ, ആദരിച്ചതിന്റെ കൂലി ദുനിയാവിൽ കിട്ടിയത്, ബാക്കി ആഖിറത്തിലാണ്. അങ്ങനെ പിടിച്ചു കൊണ്ടുപോയി അറുത്തു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതിന്റെ ഒരു ഭാഗം എടുത്തിട്ട് ആ മയ്യത്തിനൊരു അടി കൊടുക്കുക. ഇനി ഇവര് ഖുർആനും
നിഷേധിക്കോ? അതെങ്ങനെ മരിച്ച മയ്യത്തിനെ പശുവിനെ കൊണ്ടടിച്ച് എണീക്കോ? നിനക്ക് തിരിയുന്നില്ലല്ലോ. ഖുർആനാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പും തന്നെ അവരെടുത്തു, അറുത്തു, വാലോ അല്ലെങ്കിൽ തുടക്കഷ്ണോ, അല്ലാഹു ആലം, ഏത് നമുക്കറിയേണ്ട കാര്യമില്ല. മയ്യത്തിനടിച്ചു, മയ്യത്തിണിച്ചിരുന്നു. പ്രവാചകൻ ചോദിച്ചു, മൻ ഖാതിലുക്, എന്റെ കൊന്നതാരാ? മുമ്പിൽ ചങ്ങായിണ്ട്, ഇവൻ വിറ ചൂണ്ടിട്ട് പറഞ്ഞു, ഇവനാണ് എന്നെ കൊന്നത്. മരിച്ചു. പിന്നെ കവറടക്കി. കൊലയാളിയെ കണ്ടു. പിന്നീട് അവനെ നാട്ടുകാർ കൊന്നു, അവരുടെ കാര്യം. പക്ഷെ കൊല്ലുന്നതിന് മുമ്പ് ഇവൻ പറഞ്ഞു, ഞാൻ കൊന്നിട്ടാ, മയ്യത്ത് കള പറഞ്ഞതാണ്. അതാണ് ബനൂ ഇസ്രായേൽ. പ്രവാചകന്റെ മുമ്പിന്ന്, ഇത്രയും ആൾക്കാരെ മുമ്പിന്ന് മരിച്ച മയ്യത്തിനെ എഴുന്നേപ്പിച്ചിരുത്തിയിട്ട് ചോദിച്ചു, മയ്യത്ത് എണീച്ച ആള് കൈ ചൂണ്ടിയിട്ട് ഇവനാ കൊന്നത്. അപ്പോഴവൻ പറയാണ്, ഞാൻ കൊന്നിട്ട. ബനൂ ഇസ്രായേലിന്റെ ഹൃദയത്തിന്റെ കാഠിന്യം അത്ര ശക്തമായിരുന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു സംഭവം അള്ളാഹു ഖുർആനിൽ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്ന ചില വാക്കുകൾ, അതിൽ പറഞ്ഞ ചില വരികളുണ്ട്. എന്താ അറിയോ? قالوا الآن جئت فذبحوها وما كادوا يفعلون وإذ قتلتم نفسا فادارأتم فيها. അള്ളാഹു പറയാണ്, നിങ്ങളെ കൂട്ടത്തിൽ ഒരുത്തൻ ഒരാളെ കൊന്നു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? മൂടി വെച്ചു, ഓനത് ഒളിപ്പിച്ചു വെച്ചു. വല്ലാഹു മുഖ്രിജുൻ മാ കുൻതും തക്തുമൂൻ. അള്ളാഹു പറയാണ്, നിങ്ങൾ എത്ര ഒളിപ്പിച്ചു വെച്ചാലും ഒരു ദിവസം അള്ളാഹു പുറത്തു കൊണ്ടുവരും. ഒന്നുകിൽ ദുനിയാവിൽ, ആഖിറത്തിൽ ഉറപ്പാണ്. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. തിന്മകൾ ചെയ്തിട്ട് ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, ആരും പിടിക്കൂല എന്നൊക്കെ വിചാരിച്ച് സമാധാനത്തിൽ പോകുന്നുണ്ടെങ്കിൽ വല്ലാഹു മുഖ്രിജുൻ, അള്ളാഹു പുറത്തു കൊണ്ടുവരും. മാ കുൻതും തക്തുമൂൻ, നിങ്ങളെ ഒളിപ്പിക്കുന്ന കാര്യത്തെ അള്ളാഹു ഒളിപ്പിച്ചെന്നെ വെക്കട്ടെ. ദുനിയാവിലായാലും നാളെ ആഖിറത്തിലായാലും. ദുനിയാവിലായാലും നാണക്കേട്, ആഖിറത്തിൽ അതിനേക്കാൾ വലിയ നാണക്കേടും പരാജയവും. പക്ഷെ അള്ളാഹിനെ പറ്റി ആ ബോധം നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണം. മുഖ്രിജുൻ, നിങ്ങളുടെ ഇവിടെ കടലിന്റെ ആഴങ്ങളിൽ ചെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നാ ചെയ്തതെങ്കിലും അള്ളാഹുവിന് അതങ്ങനെ പുറത്ത് പരസ്യമാക്കാൻ സാധിക്കും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മുഅ്മിനീങ്ങളുടെ അഭിമാനത്തിന്റെ പിറകെ കൂടരുത്. ഒരുത്തനെ പറ്റി ചുഴിഞ്ഞന്വേഷിക്കുക, അവനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക, ഓനെ എങ്ങനെയെങ്കിലും താഴ്ത്താൻ നോക്കുക, ഒരു ചാൻസ് കിട്ടാൻ കാത്തുക. രാഷ്ട്രീയക്കാരെ പോലെ ഒരു തിന്മ കിട്ടിയാൽ പിന്നെ അതന്നെ പാട്ട് 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 പാട്ട്. നിങ്ങൾ ചെയ്യരുത്. കാരണം അള്ളാഹു നിങ്ങളെ ബാക്ക് കൊടുക്കും. നിങ്ങൾ നിങ്ങളെ വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും അള്ളാഹു നിങ്ങളെ കളിയാക്കിയിരിക്കും, നിങ്ങളെ അപമാനിച്ചിരിക്കും. ഒരാളെ അഭിമാനം തൊട്ട് കളിക്കരുത്. പിന്നെ ജീവൻ, സമ്പത്ത്, അഭിമാനം. മാലുഹു ദമുഹു വമാലുഹു വഇർദുഹു, ഇത് മൂന്നും നമ്മളിതിനെ എങ്ങനെ സംരക്ഷിക്കുമോ, എന്റെ ജീവൻ ഞാൻ എങ്ങനെ കാക്കും, എന്റെ സ്വത്ത് ഞാൻ എങ്ങനെ സംരക്ഷിക്കും, എന്റെ അഭിമാനം ഞാൻ എങ്ങനെ നോക്കും, അതുപോലെ മുസ്ലിമിൻ്റെതും നോക്കാൻ നമ്മളുടെ ബാധ്യതയാണ്. പക്ഷെ ഇന്നത്തെ മുസ്ലിം ചാൻസ് കിട്ടാൻ കാത്തിക്കാൻ, ഒരുത്തനെ കൊച്ചാക്കാൻ, ഒരുത്തനെ അപമാനിക്കാൻ, അവഹേളിക്കാൻ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഈ വിഷയമെല്ലാം പറഞ്ഞതിന് ശേഷം, ثم قست قلوبكم من بعد ذلك, അതിനുശേഷവും നിങ്ങളുടെ ഖൽബ് കടുപ്പത്ത് തന്നെ. ഇത്രയും അത്ഭുതങ്ങൾ കണ്ടു, മരിച്ച ആളെ അള്ളാഹു പറഞ്ഞു, കദാലിക യുഹ്യില്ലാഹുൽ മൗത വയുരീകും ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ. ഇങ്ങനെയാണ് അള്ളാഹു മരിച്ച ആളെ ജീവിപ്പിക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടല്ലോ ഒരു മയ്യത്തിനെ അള്ളാഹു എണീപ്പിച്ചത്, ഇതുപോലെ നിങ്ങളെയും അള്ളാഹു എന്ത് ചെയ്യും? ഒരു ദിവസം എഴുന്നേൽപ്പിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരാൻ, ലഅല്ലകും തഅഖിലൂൻ, ചിന്തിക്കാൻ, എന്നെ മനസ്സിലാക്കാൻ. പക്ഷെ ബനൂ ഇസ്രായേൽ, ഈ ചങ്ങായി മയ്യത്തിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ചോദിച്ചിട്ട് പോലും നിഷേധിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, സുമ്മ ഖസത് ഖുലൂബുക്കും, ഇപ്പോഴും നിങ്ങളുടെ ഖൽബ് അങ്ങനെ കടുത്തു പോയിരിക്കാണല്ലോ. ഫഹിയ കൽ ഹിജാറ, കല്ല് പോലെ അള്ളാഹു ഉപമിച്ചാണ്. എന്നിട്ട് ആ ഉപമനെ പറ്റി അള്ളാഹു പറഞ്ഞു, എന്നാലും വ ഇന്ന മിനൽ ഹിജാറ, കല്ലുകളുടെ കൂട്ടത്തിലുണ്ട് ചില കല്ലുകൾ, യതഫജ്ജറു മിൻഹുൽ മാ, ആ കല്ല് പൊട്ടിയിട്ട് വെള്ളം പുറത്തേക്ക് വരും. വ ഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, ചില കല്ലുകൾ ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉറവ് വരും.
വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാ. അള്ളാഹിനെ പേടിച്ച് ചില കല്ലുകൾ പൊട്ടിത്തെറിക്കും. മലയാളം ഇടിന്ന് കാണുന്നില്ലേ? ഈ മൂന്ന് ഉദാഹരണത്തെയും വ്യാഖ്യാനിച്ചുകൊണ്ട് തഫ്സീറിന്റെ ഉലമാക്കൾ പറഞ്ഞു. ആദ്യം പറഞ്ഞത് പൊട്ടിക്കരച്ചൽ, അള്ളാഹിനെ പേടിച്ചിട്ടും തിന്മകളെ പറ്റി ഓർത്തിട്ടുള്ള പൊട്ടിക്കരച്ചൽ, അതാണ് ആ കല്ല് പൊട്ടെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. രണ്ടാമത് പറഞ്ഞു വിണ്ട് കീറിയിട്ട് വെള്ളം പുറത്തേക്ക് വരും, അത് ചെറിയ കരച്ചിലാണ്. മൂന്നാമത്തത് പൊട്ടിത്തെറിയാൻ കൽബിന്റെ കരച്ചിലാണ്. പക്ഷേ കല്ലുകൾക്ക് ആ കരച്ചിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ കരച്ചിൽ വരുന്നില്ല. അഥവാ കരച്ചിൽ വരുന്നില്ലെങ്കിൽ അതിനർത്ഥം ഈ രോഗം മനസ്സിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ്. ഇമാം ബസാർ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, അർബഉൻ മിനശ്ശഖാ, 4 കാര്യങ്ങൾ പരാജയത്തിന്റെ അടയാളങ്ങളാണ്. ഒന്ന്, ജുമൂദുൽ ഐൻ, നനവില്ലാത്ത കണ്ണ് എന്ന് പറഞ്ഞാൽ കരയാത്ത കണ്ണ്. അള്ളാഹിനെ ഓർത്തിട്ട്, ഖബർ ഓർത്തിട്ട്, സ്വർഗ നരകം ഓർത്തിട്ട്, അള്ളാഹു തന്ന നിഅമത്തുകൾ ഓർത്തിട്ട്, അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ കണ്ണീര് വരാത്ത കണ്ണ് അപകടത്തിന്റെ ലക്ഷണമാണ്. വഖസിയുൽ ഖൽബ്, ഹൃദയത്തിന്റെ കാഠിന്യത. ആരോടൊരു കരുണയില്ലാത്ത മനുഷ്യന്മാരുണ്ട്, ഒരു ദയയില്ലാത്ത മനുഷ്യന്മാര്, ക്രൂരന്മാര്, പരാജയത്തിന്റെ അടയാളമാണ്. വത്തൂലുൽ അമൽ, അമിതമായ കൊതി, ദുനിയാവിനോടുള്ള ആർത്തി പരാജയത്തിന്റെ അടയാളമാണ്. വൽഹിർസു അല ദുനിയാ, ദുനിയാവിനോടുള്ള അത്യാഗ്രഹം, ഇത് പരാജയത്തിന്റെ അടയാളമാണ്. ഇത് ബനു ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ആ കഥ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെയാവരുത്, ഇങ്ങനെ ഉണ്ടാവരുത് എന്ന് നമ്മളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു ആ സംഭവം അങ്ങ് തീർത്തു. ബനു ഇസ്രായേലിനെയും കൂട്ടി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെയും യാത്രയിലാണ്. അതിന്റെ ഇടക്ക് അവരിങ്ങനെ ഇരിക്കുന്നുണ്ട്, തമ്പ് കെട്ടി താമസിക്കുന്നുണ്ട്. ഒരു ചർച്ച. അപ്പൊ ആൾക്കാർ ചോദിച്ചു, മൂസ അലൈഹിസ്സലാം, ദുനിയാവില് ഏറ്റവും വലിയ അറിവുള്ള ആളെ ആരായിരിക്കും? മൂസ പറഞ്ഞു, ഞാൻ തന്നെ. പക്ഷെ അദ്ദേഹം കിബറുകൊണ്ട് പറഞ്ഞല്ല, പിന്നെയോ റസൂലാണ്, ശരിയാണ്, സംഭവം ശരിയാണ് ആ അർത്ഥത്തിൽ. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അള്ളാഹുവിനെ തീരെ പിടിച്ചില്ല ആ വർത്താനം. അനാനിയ, ഞാൻ എന്ന ഭാവം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് അടിമ എടുത്തിട്ടാൽ ഓൻ അള്ളാഹു വെറുതെ വിടൂല, തരം താഴ്ത്തിക്കളയും. പക്ഷെ ഇത് റസൂലാണ്, അങ്ങനെ താഴ്ത്താൻ പറ്റൂല. പിന്നെന്ത് വേണം? മുസാ, നീയല്ല, വേറൊരാളുണ്ട്, ഞാൻ നിനക്ക് കാണിച്ചു തരാം, വിട്ടോ. കൗമിനെ ഹാറൂൻ നബിനെ ഏൽപ്പിച്ചിട്ട് മൂസ നബി ദീർഘമായ യാത്രക്ക് വേണ്ടി തയ്യാറെടുത്തു. ഇൻഷാ അല്ലാഹ് അടുത്താഴ്ച നമുക്ക് പറയാം. അള്ളാഹു പാഠം ഉൾക്കൊള്ളാനും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും തൗഫീഖ് നസീബാക്കട്ടെ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.